ഭരണവിരുദ്ധ വികാരം യു.ഡി.എഫിന് അനുകൂലമായി മാറിയെന്ന് പാലാ നിയോജകമണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. എൽ.ഡി.എഫ് അല്ലാതെ ആരുണ്ട് എന്നാണ് ജനങ്ങൾ നോക്കിയത്. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് തനിക്ക് ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും പാലായിൽ പ്രവർത്തനം തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എനിക്ക് വലിയ സന്തോഷമാണ്. പരാജയം എപ്പോഴും പരാജയമാണ്. ഓക്കെ, സോറി. പാലായിൽ വിജയിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ന് രാവിലെയും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കുർബാന കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചാണ് പിരിഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, തമ്മിൽ അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒക്കെ. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തില്ല. പക്ഷേ ജയമാണ്. തീർച്ചയായിട്ടും യു.ഡി.എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനെ അഭിനന്ദിക്കുന്നു. പിന്നെ പാലായിൽ മത്സരം പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല. പാലാ പോലൊരു നിയോജകമണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിൽ നിന്നാണ് 35,304 വോട്ടിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പാലാ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണെന്ന് തെളിയിക്കാൻ ഈ പോരാട്ടം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ തോൽവിയാണ്, അതിന് സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് പാലായിൽ കൂടുതൽ സംഘടനാ പ്രവർത്തനം നടത്താനും പാലാ നാളുകളിൽ BJPയുടേതാക്കി മാറ്റാനുമുള്ള ഒരു വലിയ പ്രചോദനമാണ് ഈ ഫലം എന്നുള്ള കാര്യം അല്ല. ഞാൻ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ട് എൻ്റെ വന്നിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, 102 സീറ്റിലേക്ക് യു.ഡി.എഫ് പോയ ഒരു സാഹചര്യത്തിൽ പരമ്പരാഗതമായി കോട്ടയം ജില്ലയിൽ മറ്റേ നീല കളറില്ലാത്ത ഒരു സീറ്റും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ട്രെൻഡ് അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അത് ഭരണവിരുദ്ധ വികാരം യു.ഡി.എഫിന് അനുകൂലമായി. കാരണം NDA ഈ പ്രാവശ്യം അധികാരത്തിൽ വരുന്നില്ല എന്നുള്ള ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആകാം ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും അത് യു.ഡി.എഫിന് അനുകൂലമായി എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അല്ലാതെ എനിക്കെങ്ങനെ എത്ര വോട്ട് കിട്ടുന്നത്? തീർച്ചയായിട്ടും അത് ഇന്ന വോട്ടുകളെന്നില്ല. ഈ ക്രിസ്ത്യൻ വോട്ട്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, അതിൻ്റെ പരാജയം വിജയം, FCR ഇതൊന്നുമല്ല. ഇവിടെ ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളും അങ്ങനെയൊന്നും വിലയിരുത്താൻ ഞാനില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടാതെ ഷോൺ ജോർജിന് എന്താണെങ്കിലും 35,000 വോട്ട് കിട്ടില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം 69 നിന്നും ജയിച്ച മാണി സി കാപ്പൻ്റെ വോട്ട് 55 ഇല്ലേ. അതുപോലെ 54,000 ഉണ്ടായിരുന്ന ജോസ് കെ മാണിയുടെ വോട്ട് 45,000 കുറഞ്ഞു. അപ്പോൾ ഈ വോട്ടുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ ഉള്ള വോട്ടുകളല്ലേ NDAക്ക് അനുകൂലമായി ഇപ്രാവശ്യം വോട്ട് ചെയ്ത്. തീർച്ചയായിട്ടും എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകന് മുമ്പോട്ട് പ്രവർത്തിക്കാനുള്ളൊരു ഊർജ്ജം തന്നെയാണ് പാലാ തന്നത്. തീർച്ചയായിട്ടും ഞാൻ പാലായിലോട്ട് താമസം മാറ്റുക എന്നുള്ള കുറേ കാലമായിട്ട് എടുത്ത തീരുമാനമാണ്. പാലായിൽ എൻ്റെ വൈഫ് പാലാ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ യാത്രകൾക്കൊക്കെ എളുപ്പം പാലാണ്. കുട്ടികൾ ഇവിടെ പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ പാലാണ്. അപ്പോൾ അതുകൊണ്ട് പാലായിലേക്ക് താമസം മാറ്റുക എന്നുള്ളത് ഇലക്ഷനോടനുബന്ധിച്ചെടുത്തൊരു തീരുമാനമായിരുന്നില്ല, നേരത്തെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ ഇനി തുടരും. അല്ല, ഇനി ഡീലിമിറ്റേഷൻ വരികയാണല്ലോ. ഡീലിമിറ്റേഷൻ വരുമ്പോൾ ഈ മണ്ഡലമൊക്കെ എങ്ങനെ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാലായുടെ ഇപ്പോൾ കാണുന്ന പാലാണോ നാളെ പാലാ എന്ന് പറയാൻ പറ്റില്ല. പൂഞ്ഞാറിലും ഉറപ്പായിട്ടും ഈ 2 താലൂക്കുകൾ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇനി വരുന്ന ഡീലിമിറ്റേഷൻ ഇതെല്ലാം മാറ്റം ഉണ്ടാവും. അപ്പം ഡീലിമിറ്റേഷൻ എങ്ങനെ വന്നാലും പാലായിൽ താമസിക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ദാറ്റ്സ് ഓൾ. ഈ വോട്ട് എടുപ്പ് കഴിഞ്ഞ സമയത്തൊക്കെ ദീപിക പത്രത്തിനുൾപ്പെടെയുള്ള വലിയ രീതിയിലൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിലൊക്കെ പിന്നീട് എന്താണ് ആ ഒരു പരാതിയൊക്കെ സഭാ പിതാക്കന്മാരെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സഭയുടെ ഭാഗമാണ്. എന്നെ സഭാവിരുദ്ധനാക്കാൻ വേണ്ടി ഇവിടെ ഒത്തിരി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ സഭാവിരുദ്ധനൊന്നുമല്ല, ഞാൻ സഭയുടെ ഭാഗമാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ തിരുശരീരമാണ് സഭ. ആ സഭയിൽ മെത്രാന്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഞങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാവരുമാണ്. അപ്പോൾ അവിടെ സഭയുടെ മുഖപത്രം എന്ന് പറയുന്ന ഒരു പത്രം അതിന് ഒരു പക്ഷപരമായി നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് സഭയുടെ നിലപാടായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതങ്ങനെ അല്ല എന്ന് പറയേണ്ട കടമ എനിക്കുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. സഭാപിതാക്കന്മാരെ ആ ഒരു കൺസേൺ അറിയിക്കുകയും തീർച്ചയായിട്ടും ഞാൻ സഭയുടെ ആസ്ഥാനത്ത് പോയി തന്നെ എൻ്റെ കൺസേൺ, എൻ്റെ പാർട്ടിയുടെ കൺസേൺ, എൻ്റെ കൺസേണും എൻ്റെ പാർട്ടിയുടെ കൺസേണും സഭയുടെ മുഖപത്രമായി നിലനിന്നുകൊണ്ട് ഈ എഴുതുന്നത് ശരിയല്ല എന്നുള്ള എൻ്റെ നിലപാടിൽ ഒരു വ്യത്യാസമില്ല. അത് സഭാവിരുദ്ധമായ നിലപാടല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദീപികയായി അവിടെ ഉണ്ടാകണം. അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരുടെ ഒരു മുഖപത്രമാണ്. അത് അങ്ങനെ നിൽക്കണം. പക്ഷേ അവിടെ രാഷ്ട്രീയം കലരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള കടമയുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അല്ല, അത് വരാനുണ്ട്. പക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ മികച്ച പെർഫോമൻസ് ഉണ്ടായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിങ്ങളാരെങ്കിലും പ്രതീക്ഷിച്ചോ കാഞ്ഞിരപ്പള്ളിയിൽ LDF പരാജയം ഉണ്ടാകും? നിങ്ങളെല്ലാവരോടും ഞാൻ സംസാരിച്ച അവിടെ നിങ്ങളെല്ലാം എന്നോട് പറഞ്ഞത് LDF ജയിക്കുമെന്നാണ്. 15 ദിവസം മുമ്പ് വന്ന റോണിക്ക് ബേബി അവിടെ ജയിച്ചു പോയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ, അതായത് ഈ മറ്റേ
LDF അല്ലാതെ ആരുണ്ടെന്ന് ബാലറ്റ് മെഷീനിൽ എല്ലാവരും നോക്കി. അതാണ് സംഭവിച്ചത്. ബാലറ്റ് മെഷീൻ ബോക്സിലിട്ട് ചെന്നപ്പോൾ LDF അല്ലാതെ ആരാണുള്ളതെന്നാണ് ജനം നോക്കിയത്. അതാണ് ഈ റിസൾട്ടിൻ്റെ അടിത്തറ.